എഴുതിയ പരീക്ഷയിൽ നല്ല വിജയം കാണാൻ പരീക്ഷ റിസൾട്ട് വരുന്നത് വരെ ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ, പരീക്ഷ എഴുതിയ കുട്ടിയോ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളോ ഈ ദിക്ർ ചൊല്ലിയാൽ അവർ വിചാരിച്ച മേഖലയിൽ ഇൻഷാ അല്ലാഹ് അവർ എത്തിപ്പെടുന്നതാണ്. അവരുടെ സ്വപ്നങ്ങൾ അല്ലാഹു സാക്ഷാത്കരിക്കുന്നതാണ്. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നല്ല വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. നമ്മുടെ മക്കൾ നമ്മുടെ സ്വപ്നങ്ങളാണ്. നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങളാണ് നമുക്ക് വലുത്. നമ്മുടെ മക്കളെല്ലാം അതിനുവേണ്ടി കഠിനമായി പരിശ്രമത്തിൽ പഠിച്ച് പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. രക്ഷിതാക്കളുടെ കാര്യം അങ്ങനെയാണ്. അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു മക്കളെ നല്ല രീതിയിൽ പരീക്ഷ എഴുതിപ്പിച്ച് അവരും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. SSLC പരീക്ഷ എഴുതിയവരുണ്ട്, ഡിഗ്രി പരീക്ഷ എഴുതിയവരുണ്ട്, +2 എക്സാം എഴുതിയവരുണ്ട്. അങ്ങനെ പല പരീക്ഷകൾ എഴുതി കാത്തിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് വരുന്നത് വരെ ഈ പറയാൻ പോകുന്ന മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹു നല്ല വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ പറയാൻ പോകുന്ന ദിക്ർ തുടർച്ചയായി 11 ദിവസം നിങ്ങൾ ചൊല്ലിയാൽ മഹാന്മാര് പറയുന്നു, നിങ്ങൾ എന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്, ഈ ദിക്ർ നിങ്ങൾ ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ ചൊല്ലിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നല്ലവണ്ണം നിയത്ത് ചെയ്യുക. എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്? ഞാൻ ഈ ചൊല്ലാൻ പോകുന്ന ദിക്റുകളും ദുആകളും എന്റെ നല്ല ഒരു വിജയത്തിന് വേണ്ടിയാണ് ഞാൻ ചൊല്ലുന്നത്, അല്ലെങ്കിൽ എന്റെ മക്കളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൊല്ലുന്നത്. എന്റെ അല്ലാഹുവേ, എന്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എന്റെ സഹായമല്ലാതെ എനിക്കാരും സഹായം നൽകാനില്ലേ പടച്ചവനെ. അല്ലാഹുവേ, നീയാണ് സഹായിക്കുന്നവൻ, നീയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം നൽകുന്നവൻ, നീയാണ് അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, ഞാൻ ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ദിക്ർ ചൊല്ലിയത് ആ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ വലിയ വിജയം നൽകണേ അല്ലാഹ്. ഞാൻ ആഗ്രഹിച്ചത് അല്ലാഹുവേ നീ നിറവേറ്റി തരണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ മക്കൾ അല്ലെങ്കിൽ എഴുതിയാണ് അല്ലാഹുവേ എനിക്ക് നല്ല വിജയം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച അല്ലാഹുവേ ഞാൻ എഴുതി, എനിക്ക് നല്ല വിജയം നീ നൽകണേ അല്ലാഹ് എന്ന നല്ല ഇഖ്ലാസോടെ ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല നിങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. അത് ഒന്നാമത്തെ കാര്യം, നല്ല ഇഖ്ലാസോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുക. നിങ്ങൾക്ക് അറിയാവുന്ന സലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്, ഏത് സലാത്ത് ആയിക്കൊള്ളട്ടെ ഒരു 11 പ്രാവശ്യം റസൂലുള്ളാഹിന്റെ മേൽ നിങ്ങൾ സലാത്ത് ചൊല്ലുക. മൂന്നാമത്തെ കാര്യം, സൂറത്തുൽ ഇൻശിറാഹ് ഒരു 7 പ്രാവശ്യം നിങ്ങൾ ഓതണം. ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗത ഫൻസബ വഇലാ റബ്ബിക ഫർഗബ്. അപ്പോൾ സൂറത്തുൽ ഇൻശിറാഹ് ഈ സൂറത്ത് നിങ്ങൾ ഒരു 7 പ്രാവശ്യം ഓതണം. ഈ സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ സൂറത്ത് അല്ലാഹു നമുക്ക് സന്തോഷങ്ങൾ നൽകപ്പെടുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് സന്തോഷങ്ങൾ എത്തിക്കുന്നതാണ്. അതിനുശേഷം ഈ ഓതാൻ പോകുന്ന ആയത്ത് ഒരു 11 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യണം, ഓതണം. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഒരു 11 പ്രാവശ്യം ഈ ആയത്ത് ഓതണം. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇതിന്റെ അർത്ഥം എന്താണ്? എന്റെ എല്ലാ വിജയങ്ങളും എന്റെ എല്ലാ നേട്ടങ്ങളും എന്റെ റബ്ബിൽ നിന്ന് മാത്രമാണ്. എനിക്ക് എന്തുണ്ടെങ്കിലും അത് അല്ലാഹു എനിക്ക് നൽകുന്നതാണ്. പടച്ചവനെ,
ഖാലിഖായ റബ്ബേ, ഈ ഭൂമിയിൽ നീ എനിക്ക് എന്ത് തന്നിട്ടുണ്ടെങ്കിലും എന്റെ എല്ലാ വിജയങ്ങളും എന്റെ നേട്ടങ്ങളും നിന്നിൽ നിന്ന് മാത്രമാണ് അല്ലാഹ്. അങ്ങനെ ഈ ആയത്ത് ഒരു 11 വട്ടം നമ്മൾ പാരായണം ചെയ്യുക. അടുത്തത് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 100 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. അല്ലാഹു ഖുർആനിൽ കൂടി പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിക്കുക, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നല്ല ഇഖ്ലാസോടെ ഇസ്തിഗ്ഫാർ നിങ്ങൾ ഒരു 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. അതുപോലെ അടുത്ത ഈ മഹത്തായ ദിക്ർ, യാ ഫത്താഹു യാ അലീം യാ അല്ലാഹ്, യാ ഫത്താഹു യാ അലീം യാ അല്ലാഹ്, യാ ഫത്താഹു യാ അലീം യാ അല്ലാഹ്, യാ ഫത്താഹു യാ അലീം യാ അല്ലാഹ്. പടച്ചവനെ, എനിക്ക് സകലതും തുറന്നു തരുന്നവനായ റബ്ബേ, സകല വിജയങ്ങളും എനിക്ക് നൽകുന്നവനായ അല്ലാഹ്, എല്ലാ മേഖലകളും എനിക്ക് ഉയർച്ച നൽകുന്നവനായ റബ്ബേ, എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അല്ലാഹ് എന്ന് പറയുന്ന ഈ ദിക്ർ ഒരു 100 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. 100 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് നല്ല വിജയം നമുക്ക് നമ്മുടെ മക്കൾ കിട്ടുന്നതാണ്. ഇത്രയും ചൊല്ലിയതിനു ശേഷം അല്ലാഹുവിനോട് നിങ്ങൾ നല്ല രീതിയിൽ ദുആ ചെയ്യ്. അറിയാവുന്നതുപോലെ ദുആ ചെയ്യുക. അല്ലാഹുവേ, ഞാൻ പരീക്ഷ എഴുതി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ എഴുതി നിൽക്കുന്ന റബ്ബേ, നീ നല്ല വിജയം നൽകണേ അല്ലാഹ്. നീ നിരാശപ്പെടുത്തരുതേ പടച്ചവനെ, അവർക്ക് നല്ല മാർക്ക് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പടച്ചവനെ പരീക്ഷ എഴുതിയ അല്ലാഹ് എനിക്ക് നല്ല ജോലി നൽകണേ അല്ലാഹ്. ഞാൻ ഏത് മേഖലയിൽ ചെന്നാലും നല്ല ബുദ്ധി ഓർമ്മതയും ഓർമ്മശക്തിയും എല്ലാം നീ എനിക്ക് നൽകണേ പടച്ചവനെ. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപ്പൊ ഇത്രയും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ഇഖ്ലാസോടെ നിങ്ങൾ പ്രപഞ്ചസൃഷ്ടാവായ റബ്ബിലേക്ക് നമുക്കെല്ലാം തരാൻ കഴിവുള്ളവനാരാണ്? അല്ലാഹു മാത്രമാണ്. ഈ ഭൂമിയിൽ സകലതും നമുക്ക് നൽകപ്പെടാൻ, നമുക്ക് സകലതും നൽകാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ അത് കഴിയുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കൊണ്ട് മാത്രമേ അത് കഴിയുകയുള്ളൂ. അല്ലാഹുവേ, നീ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മക്കൾ എഴുതിയ പരീക്ഷകൾക്ക് നല്ല വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ല വിജയം നൽകണേ അല്ലാഹ്, നല്ല വിജയം നൽകണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും അവർക്ക് ഉയർച്ച നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകളിൽ അവരെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അവർക്ക് നീ നല്ല നല്ല ജോലി നൽകണേ അല്ലാഹ്. ഇനി അവരെഴുതാൻ പോകുന്ന പരീക്ഷകളിൽ പഠിക്കാൻ പോകുന്ന വിജ്ഞാനങ്ങൾ, അറിവുകൾ, ക്ലാസുകൾ, അല്ലാഹുവേ, അവരേതെല്ലാം മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നോ അവിടെയെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. പിശാചിന്റെ ശർറുകളിൽ നിന്ന് നീ അവരെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നിനക്ക് പൊരുത്തപ്പെട്ടൊരു ജീവിതം കാഴ്ചവെക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ربنا وما كما ربنا صغارا ارحم الراحمين. അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ. ഇതെല്ലാം ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ, ഞങ്ങൾ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശുഭയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീടണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നിരക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കി റബ്ബേ, അതിൽ സന്തോഷത്തോടെ താമസിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ സകല ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.